السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പടച്ചനാഥന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകല മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി നിയമിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവും കുടുംബവും ഈജിപ്തിലേക്ക് താമസം മാറുകയുണ്ടായി. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൻ്റെ ഗവർണറായി ഈജിപ്തിലേക്ക് പോയ ഒരു സന്ദർഭത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും ആ നാട്ടിലെ കോപ്റ്റിക് ക്രിസ്ത്യാൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പൗരനുമായി ഒരു കുതിരപ്പന്തയ
മത്സരം നടക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ ക്രൈസ്തവനായ ആ പൗരൻ പരാജയപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തെറ്റുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത ആ ഈജിപ്തുകാരനായ ക്രൈസ്തവനായ ആ പിതാവും അദ്ദേഹത്തിന്റെ മകനും കൂടി മദീനയിലേക്ക് വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഈ സങ്കടവും പരാതിയും ബോധിപ്പിച്ചു. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും തൻ്റെ പുത്രനുമായി അവിടെ ഭരണം നടത്തിയത് മതി, എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് വരണം. അങ്ങനെ മദീനയിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന പിതാവിൻ്റെ പിറകിൽ പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഉപ്പയും മകനുമെത്തി. ക്രൈസ്തവനായ അടികൊണ്ട ആ പൗരനും അദ്ദേഹത്തിന്റെ പിതാവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് ചോദിച്ചു, താനും ഈ കാണുന്ന ആ നാട്ടിലെ പൗരനുമായി ഒരു കുതിര പന്തയ മത്സരം നടക്കുകയും അതിൽ താങ്കളെ പരാജയപ്പെടുത്തിയപ്പോൾ അയാളുടെ മുഖത്ത് അടിക്കുകയും അയാളുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന രൂപത്തിൽ താങ്കൾ സംസാരിക്കുകയും ചെയ്തു. ഇത് ശരിയാണോ? ഇത് ശരിയാണ് എന്ന് കേട്ടപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനായ ആ ക്രൈസ്തവനായ ആ പൗരന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട്, മകനെ, നിന്റെ സങ്കടം തീരുവോളം ഈജിപ്തിന്റെ ഭരണാധികാരിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ആഞ്ഞ് അടിക്കാൻ പറയുകയുണ്ടായി. ആ ഈജിപ്തുകാരനായ പൗരൻ അദ്ദേഹത്തിന്റെ ദേഷ്യം തീരുവോളം ആ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ചു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, വലഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറ. ഓരോ ഉമ്മമാരും അവരുടെ മക്കളെ സ്വതന്ത്രരായിട്ടാണല്ലോ ഈ ലോകത്തേക്ക് പ്രസവിക്കുന്നത്. അങ്ങനെ മാതാവിന്റെ ഉദരത്തിൽ നിന്നും സ്വതന്ത്രരായി ഈ ലോകത്തേക്ക് വന്ന മനുഷ്യരെ താങ്കൾ പീഡിപ്പിക്കുകയാണോ, അടിമകളാക്കുകയാണോ? ഇതിനാണോ താങ്കൾ ഈജിപ്തിന്റെ ഗവർണറായി ഈജിപ്തിലേക്ക് പോയത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഏതേത് വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്നവരാണെങ്കിലും ഓരോ മനുഷ്യരോടും നമുക്ക് കടമകളും കടപ്പാടുകളുമുണ്ട് എന്നുള്ള ആ മാനവികതയുടെ ഒരു വലിയ സന്ദേശമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഗൗരവപൂർവ്വം ഉണർത്തിയത്. ഓരോ മനുഷ്യരും വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യജീവൻ, ആ മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ് എന്ന് പഠിച്ച മഹിതമായ ഈ സന്ദേശത്തിന്റെ വക്താക്കളാകുന്ന നാമാണ് രാഷ്ട്രീയ വൈരങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ കൊടികളുടെ പേരിൽ,
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉപ്പയെ അടിച്ചു കൊന്ന മകന്റെ വാർത്തയും ഇക്കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് സ്വന്തം മാതാവിനെ കാലുകൊണ്ട് തൊഴിക്കുകയും കൈകൊണ്ട് ആഞ്ഞടിക്കുകയും ശക്തമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ചിത്രം, അതിൻ്റെ വാർത്തയുമൊക്കെ പത്രത്തിൽ വായിച്ചവരാണ് പ്രിയമുള്ളവരെ. എന്താണ് പ്രിയമുള്ളവരെ, ഇത്തരം ഖുതുബകൾ ശ്രവിക്കുന്ന, ഇത്തരം ഉപദേശങ്ങൾ ശ്രവിക്കുന്ന ഓരോ നാടുകളിലും അവരവരുടെ മസ്ജിദുകളിൽ നിന്ന് ജുമാ ഖുതുബകളിലൂടെ ആരാണ് ഉമ്മയെന്നും ആരാണ് ഉപ്പയെന്നും ഓരോ മനുഷ്യരോടുള്ള കടമ എന്താണെന്നും കടപ്പാട് എന്താണെന്നും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മളിൽ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത്തരം വൈകാരികമായ സന്ദർഭങ്ങളിൽ ഉമ്മയെ തിരിച്ചറിയാതെ പോകുന്നു? ആ യുവാവ് മദ്യപിച്ചുകൊണ്ട് ഉമ്മയാരാണെന്ന് തിരിച്ചറിയാതെ ഉമ്മയെ ശക്തമായി പ്രഹരിക്കുന്നു. നിയമപാലകരുടെ മുന്നിൽ എനിക്കൊരു കുറ്റബോധവുമില്ല എന്ന് നിഷ്കരണം പറയാൻ ഒരു മടിയുമില്ലാത്തൊരവസ്ഥ നാം തിരുത്തേണ്ടതാണ്. നമ്മുടെ ജീവിതം നാം ഒരു പുനരാലോചനയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. 2021 ഈ പ്രഭാതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2021 നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നമ്മളോടൊപ്പമുള്ള മനുഷ്യരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഒരു ഗൃഹാന്തരീക്ഷത്തിന്റെ സമാധാനത്തിന്റെ ആ സമാധാന വസ്തുതകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടിന്റെ സംസാരങ്ങളും അതിൻ്റെതാകുന്ന ശബ്ദ കോലാഹലങ്ങളും മറ്റയൽവാസികൾക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. നമ്മൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ഒരു ഉപ്പയെയാണ്, ഉമ്മയെയാണ്, സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മക്കളെയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഉത്തമ മാതൃകായോഗ്യന്മാരാകണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാകുന്നു പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂല് ആദ്യവും അവസാനവുമായി നിർവഹിച്ചിരുന്ന ഒരേ ഒരു ഹജ്ജ്, ആ ഹജ്ജിന്റെ ഖുത്ബത്തുൽ വദാഇൽ ലോകത്തിന്റെ പ്രവാചകൻ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തോട് പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഇറാദക്കും ഹറാമുൻ അലൈക്കും, തീർച്ചയായും ഓരോ മനുഷ്യരുടെ ജീവനും, ദിമാഅക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തം, അഥവാ ഓരോ മനുഷ്യരും അവരുടെ ധനവും അവരുടെ ആത്മാഭിമാനവും പവിത്രമാണ്, മനുഷ്യരെ ആദരണീയമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, പരിശുദ്ധമായി ഈ ദിനത്തിന്റെ വിശുദ്ധി പോലെ, വശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, പരിശുദ്ധമായി ഈ നാടിന്റെ പവിത്രത പോലെ ഓരോ മനുഷ്യരും അവരുടെ ജീവനും അവരുടെ ആത്മാഭിമാനവും അവരുടെ സമ്പത്തും ആദരണീയമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ വക്താക്കളാണ് നാം ഓരോരുത്തരും. ഓരോ മനുഷ്യരും ആദരണീയരാണ്. പടച്ചനാഥന്റെ മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. എന്നാൽ റബ്ബിന്റെ അടുക്കൽ ആദരണീയൻ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, ഈ കാണുന്ന മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് നാമാണ്. നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും രാജ്യങ്ങളും നാം സ്ഥാപിച്ചത് ലിതആറഫു, നിങ്ങൾ തിരിച്ചറിയാൻ. നിങ്ങൾ ഇന്ത്യക്കാരനാണ്, നിങ്ങൾ നേപ്പാളുകാരനാണ്,
നിങ്ങൾ പാകിസ്ഥാനിയാണ്, നിങ്ങൾ സൗദിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി, ഇന്ന പിതാവിന്റെ ഇന്ന ഗോത്രത്തിലെ ഇന്ന കുടുംബക്കാരനാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഈ രാജ്യങ്ങളും അതിർത്തികളും പ്രദേശങ്ങളുമൊക്കെ ഈ മതിൽക്കെട്ടുകൾ നിങ്ങൾക്കിടയിൽ സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഈ ജനകോടികളിൽ നിന്ന് റബ്ബിന്റെ അടുക്കൽ ആദരണീയൻ അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് സൂക്ഷ്മതയുള്ളവരാണ്, ഉമ്മയെ തിരിച്ചറിഞ്ഞവരാണ്, ഉപ്പയെ തിരിച്ചറിഞ്ഞവരാണ്, നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നവർ, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർ, നമ്മളോടൊപ്പം അയൽവാസികളായി താമസിക്കുന്നവർ, അവരെ തിരിച്ചറിഞ്ഞവരാണ്, നിങ്ങളിൽ നിന്നും സൂക്ഷ്മതാബോധമുള്ളവരാണ്, റബ്ബിന്റെ അടുക്കൽ ആദരണീയരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ റമദാനിലെ നോമ്പിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ വിശദീകരണത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചക വചനങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യരോടുള്ള മര്യാദകൾ, ഒരു മനുഷ്യരോടുള്ള ആദരവുകൾ, അതിനെക്കുറിച്ചൊരു വിശുദ്ധ ഖുർആനിന്റെ 10ഓളം വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ ആഗ്രഹിച്ചുകൊണ്ട് മക്കയിലെ ഖുറൈശി പ്രമുഖന്മാരായ, അവിടുത്തെ വലിയ സമ്പന്നന്മാരും ഖുറൈശി പ്രമുഖന്മാരും നേതാക്കന്മാരുമായ മുഴുവൻ മനുഷ്യരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ സദസ്സിലേക്ക് 2 കണ്ണും മന്ധനായ ഉമ്മു മക്തൂം എന്ന പ്രവാചകന്റെ ഒരു അനുയായി കടന്നു വരികയാണ്. ആ സിറ്റുവേഷൻ അറിയാതെ, ആ സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തത് കൊണ്ട്, തിരിച്ചറിയാൻ കഴിയാതെ പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട്, അല്ലമനി പ്രവാചകരെ, എനിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുക, വിശുദ്ധ മതത്തെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭവും സ്ഥലവും തിരിച്ചറിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് കരുതി, എന്റെ മുന്നിലിരിക്കുന്ന ഖുറൈശി പ്രമുഖന്മാർക്ക് ഇദ്ദേഹത്തിന്റെ വരവും ഞാൻ അദ്ദേഹത്തോടുള്ള സമീപനവും അവർക്കൊരു ബുദ്ധിമുട്ടായാലോ, അവർക്ക് പ്രയാസമായാലോ എന്ന് ചിന്തിച്ച് പ്രവാചകൻ ഉമ്മു മക്തൂമിൽ നിന്ന് മുഖം തിരിച്ച് അവരിലേക്ക് സംസാരിച്ചു കഴിഞ്ഞ് ആ സദസ്സ് വിട്ടിറങ്ങുമ്പോൾ ലോകത്തിന്റെ പ്രവാചകനെ തട്ടി ഉണർത്തുകയാണ്. പ്രവാചകനെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതരിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, അന്ധനായ ഉമ്മു മക്തൂം, ആ സാധുവായ മനുഷ്യൻ താങ്കളുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ആഗ്രഹപ്പെട്ടു വന്നപ്പോൾ അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞു പ്രവാചകരെ, അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞു പ്രവാചകരെ. വിശുദ്ധ ഖുർആൻ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, പ്രവാചകരെ താങ്കൾക്ക് എന്തറിയാം, അദ്ദേഹം ഒരു വേള ജീവിത വിശുദ്ധി പ്രാപിച്ചേക്കാം, അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനായേക്കാം. ആ മനുഷ്യൻ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്താക്കാമല്ലോ പ്രവാചകരെ. എന്നാൽ സ്വയം ധന്യത നടിക്കുകയും സ്വയം എനിക്ക് ഞാൻ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ഖുറൈശി പ്രമുഖന്മാരുടെ മുന്നിൽ അവരിലേക്ക് താങ്കൾ ഉരുമ്പിട്ടിരിക്കുകയാണോ? താങ്കൾ അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ? അവർ സംസ്കൃത ചിത്തരാതാകാതിരുന്നാൽ, അവർ ജീവിത വിശുദ്ധി പാലിക്കാതിരുന്നാൽ താങ്കൾക്ക് എന്താണ് തടസ്സം പ്രവാചകരെ? താങ്കളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഈ വിശുദ്ധ മതത്തെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹപ്പെട്ടുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ പിന്നിൽ, ആ വ്യക്തിയിൽ നിന്ന് അയാളുടെ കാര്യത്തിൽ താങ്കൾ അശ്രദ്ധ കാണിക്കുന്നുവോ പ്രവാചകരെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ തട്ടി ഉണർത്തുകയാണ്. പിന്നെ ഉമ്മു മക്തൂമിനെ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിച്ചുകൊണ്ട്
താങ്കൾ കാരണമാണ് എന്നെ അള്ളാഹു ശാസിച്ചത്, എന്നെ അള്ളാഹു തിരുത്തിയത് എന്ന് ആ മഹാനുഭാവനെ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടാണ് ഈ വചനങ്ങൾ അവതരിച്ചതെങ്കിലും പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരോടും ഓരോ മനുഷ്യരോടുള്ള സമീപനത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന, നമ്മളോടൊപ്പം അയൽവാസികളായി കഴിയുന്ന ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനം വളരെ വിലപ്പെട്ടതാണ്. അതാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദുക്കും ഹറാമുൻ അലൈക്കും. തീർച്ചയായും ഓരോ മനുഷ്യ ജീവനും അവരുടെ ആത്മാഭിമാനവും അവരുടെ സ്വത്തുവകകളും ആദരണീയമാണ്. അത് പിച്ചു ചീന്തപ്പെടാൻ പാടില്ല. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുക, നാം ഒന്ന് ആലോചിക്കുക. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന, നമുക്ക് വെറുപ്പെന്ന് തോന്നുന്ന ഒരാളുടെയും ആത്മാഭിമാനം പിച്ചു ചീന്തപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരിക്കൽ ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ട് തരാറുണ്ട്. ഞാൻ കുറെ നാള് കൊണ്ട് ആഗ്രഹിച്ചതാണ് പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതിയിൽ എന്തോ ചില ഫ്രൂട്ട്സുകളുമായി പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ ആ പൊതി അവരുടെ മുന്നിലേക്ക് അവർക്കൊരു സന്തോഷമാകാൻ വേണ്ടി തുറന്ന് അതിൽ നിന്ന് കൊണ്ടുവന്നത് മുന്തിരിയാണ്. പ്രവാചകൻ ആ മുന്തിരികൾ ഓരോന്നെടുത്ത് കഴിച്ചു. അവരുടെ മുന്നിൽ അത് മുഴുവനും കഴിച്ച് അവർ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പ്രവാചകന്റെ ചുറ്റും കൂടി, അങ്ങെന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒന്നോ രണ്ടോ കഴിച്ചിട്ട് ഞങ്ങളിലേക്ക് തരാറുണ്ട്, പക്ഷേ ഇന്നെന്ത് സംഭവിച്ചു പോയി പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, അതിൽ നിന്നൊരു മുന്തിരി ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ ശക്തമായ പുളിപ്പാണ്. പുളിപ്പ് കൊണ്ട് എനിക്കുള്ളിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ അനുചരന്മാരായ നിങ്ങൾ അതെടുത്താൽ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ആ അതിഥിയുടെ മുന്നിൽ നിങ്ങൾ അത് തിരിച്ചു തുപ്പും. അത്രത്തോളം പുളിപ്പുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തിനൊരു കോട്ടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവർക്കൊരു സങ്കടം വരാതിരിക്കാൻ വേണ്ടി ആ മുന്തിരി പുളിപ്പായിട്ടും ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദൂതൻ അത് മുഴുവൻ കഴിക്കുകയുണ്ടായി. ആ പ്രവാചകന്റെ വക്താക്കളാകുന്നു പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനം വളരെ വിലപ്പെട്ടതാണ്, വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും, സ്വന്തം ഇണയാണെങ്കിലും, സ്വന്തം സഹോദരനാണെങ്കിലും, പ്രിയമുള്ളവരെ, അവരുടെ ആത്മാഭിമാനം മറ്റു മനുഷ്യരുടെ മുന്നിൽ വെച്ച്, നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ അതിലൊരാളെ ബാക്കിയുള്ള മക്കളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഉപദേശിക്കുമ്പോൾ, ചിലപ്പോൾ അധിക്ഷേപിക്കുമ്പോൾ, ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒരു വാക്കുകൊണ്ട് പോലും നാം സംസാരിക്കാൻ പാടില്ല. മുസ്ലിം ഭവനങ്ങൾ, ഇസ്ലാമിന്റെ ഭവനങ്ങൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളുടെ ഭവനങ്ങൾ ഒരാളുടെയും ആത്മാഭിമാനത്തെ പിച്ചു ചീന്തപ്പെടാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായ ഉഖബത്ത് ബിൻ ആമിറിന്റെ മുന്നിൽ ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അയൽവാസി വല്ലാതെ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നിയമപാലകരോട് പരാതി പറയാൻ പോവുകയാണ്. ഈ സമയം അദ്ദേഹം പറഞ്ഞു, താങ്കൾ അങ്ങനെ പരാതി പറയരുത്, അവരെ ഉപദേശിക്കുക. ഞാൻ ഉപദേശിച്ചു, എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, എന്നിട്ടും അദ്ദേഹം മദ്യപിച്ച് ബഹളം വെക്കുകയാണ്. ഈ സമയം മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, ലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂൽ, പ്രവാചകൻ പറയുന്നു, മൻ സതറ ഔറതൻ ഫകഅന്നമ ഇസ്തഹിയാ മൗഊദതൻ ഫീ ഖബ്രിഹാ, വല്ലവനും ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ, എൻ്റെ ഒരു മകന്റെ, എൻ്റെ ഒരു മകളുടെ, എൻ്റെ ഒരു കുടുംബത്തിന്റെ, എൻ്റെ ഒരു അയൽവാസിയുടെ ന്യൂനത മറച്ചു വെച്ചാൽ, അയാളുടെ ആത്മാഭിമാനം സംരക്ഷിച്ചാൽ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക്
ജീവൻ നൽകിയതിന്റെ ജീവൻ നൽകിയവനെ പോലെയാണ് അവനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ പോകട്ടെ, അല്ലെങ്കിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അയൽവാസി, അയാളുടെ ആത്മാഭിമാനത്തെ നാം സംരക്ഷിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ നൽകിയവനെ പോലെയാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അത്രത്തോളം ഗൗരവമുണ്ട്. പ്രായമായ ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, സാറ്, കുട്ടിക്കാലത്ത് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ അധ്യാപകൻ താങ്കളായിരുന്നു. അന്ന് ആ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ആ അധ്യാപകൻ തിരക്കി, എന്താണ് മോനെ? ഞാൻ ഓർക്കുന്നില്ലടാ. ഞാൻ ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വാച്ച് ഞാൻ മോഷ്ടിക്കുകയുണ്ടായി. അവൻ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു. സാറ് ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരോട് കണ്ണടച്ച് കൈ ഉയർത്താൻ പറഞ്ഞു. ഓരോരുത്തരുടെയും പോക്കറ്റുകളിൽ അന്ന് സാറ് തിരച്ചിൽ നടത്തി. എൻ്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ വാച്ച് കിട്ടി. സാറ് തിരച്ചിൽ നിർത്തിയില്ല. അടുത്ത കൂട്ടുകാരന്റെ പോക്കറ്റിലും സാറ് വീണ്ടും കൈയിട്ടു. ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ പോക്കറ്റുകളിലും സാറ് തെരച്ചിൽ നടത്തിയതിനു ശേഷം ആ വാച്ച് മേശപ്പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, ഇവിടെ എവിടെയോ ആണ് ആ വാച്ച് കിടന്നത്. എൻ്റെ കൂട്ടുകാരനും നമുക്കുമൊക്കെ സന്തോഷമായി. പക്ഷെ അന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ വാച്ച് എടുത്തപ്പോൾ തെരച്ചിൽ നിർത്തിയിരുന്നുവെങ്കിൽ, എന്നെ ആ ക്ലാസ്സിൽ വെച്ചൊരു കള്ളനായി ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ ക്ലാസ്സിലും എൻ്റെ മാതാപിതാക്കളുടെ മുന്നിലും എൻ്റെ നാട്ടിലും ഞാനൊരു പെരുങ്കള്ളനായി ഇന്ന് രൂപപ്പെടുമായിരുന്നു. എൻ്റെ അധ്യാപകൻ അന്ന് എന്നെ തിരുത്തിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെയും ആ സംഭവത്തിന് ശേഷം ഒരാളുടെ സാധനങ്ങളും ഞാൻ അപഹരിക്കാറില്ല. ഞാൻ ഇന്ന് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അധ്യാപകനായ സാറാണ്. പ്രിയമുള്ളവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ അധ്യാപകർക്കും മാതൃകയാണ് ഈ വയോവൃദ്ധനായ അധ്യാപകൻ. നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനം വിലപ്പെട്ടതാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. മൻ സതറ അലാ മുസ്ലിമിൻ, ഒരു വിശ്വാസിയുടെ ന്യൂനത നാം മറച്ചു വെച്ചാൽ നമ്മുടെ ന്യൂനത, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ന്യൂനത അള്ളാഹു നമ്മളെ മറച്ചു പിടിക്കും. നാളെ പരലോകത്ത് ഓരോ മനുഷ്യരുടെയും തെറ്റുകുറ്റങ്ങൾ പരസ്യമായി റബ്ബിന്റെ സ്ക്രീനിൽ ജനകോടികളുടെ മുന്നിൽ പരസ്യമായി കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഇണയറിയാതെ നാം പ്രവർത്തിച്ചു പോയത്, നമ്മുടെ പലപ്പോഴും ക്യാമറകൾ ഓഫ് ചെയ്തുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും ചെയ്തത്, ഇതെല്ലാം റബ്ബിന്റെ മുന്നിൽ തെളിയിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാഭിമാനം തകർന്നു പോകുമ്പോൾ, നാം ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനം പിച്ച് ചീന്തപ്പെടാതിരുന്നാൽ, എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധവും സൂക്ഷ്മതയും തഖ്വാബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ, പ്രിയമുള്ളവരെ, നമ്മളോടൊപ്പമുള്ള മനുഷ്യരെയും നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളും സമാധാനത്തോടെ ഭയഭക്തിയോടുകൂടി, നാളെ ഒരു പരലോകം വരുന്നുണ്ട്, റബ്ബിന്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധവും സൂക്ഷ്മതാബോധവും തഖ്വയോടും കൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കോവിഡിന്റെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. ആ ഭയവിഹ്വലതയൊക്കെ മാറി നമ്മുടെ നമസ്കാരവും ഇബാദത്തുകളും ഒക്കെ കഴിയുകയാണ്. എങ്കിലും കോവിഡിന്റെ വ്യാപനത്തിലും
പുതിയ രോഗങ്ങൾ രംഗപ്രവേശനം ചെയ്തതിലും ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ കൃത്യമായി മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ യൂസ് ചെയ്യുകയും നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ ഓഫീസുകളിലും ഒക്കെ പോയി വരുമ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്ന ആ ജാഗ്രത നാം കൈവിടാതെ കൂടുതൽ ശ്രദ്ധയുള്ളവരാകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. കാരണം രോഗവ്യാപനം വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ആ പഴയ പേടിയും അവസ്ഥകളൊക്കെ മാറി ജനത്തിരക്കേറുന്ന കല്യാണങ്ങളും പരിപാടികളും ന്യൂ ഇയർ ആഘോഷങ്ങളുമൊക്കെ തകൃതിയായി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ പ്രായമായ ഉപ്പയും ഉമ്മയും ചെറിയ കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. നമ്മളിലേക്ക് രോഗം കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിന് അത് ഏറെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. കോവിഡായി വീട്ടിൽ കിടക്കുന്ന 1-2 സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്ന് അവർക്ക് ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെ എല്ലാ മനുഷ്യരെയും ഈ മഹാമാരിയിൽ നിന്ന് പടച്ചനാഥൻ കാത്തു സംരക്ഷിക്കുകയും മനുഷ്യർക്കിടയിൽ ഹൃദയം കൊണ്ടുള്ള ബന്ധവും സ്നേഹബന്ധവും ഐക്യവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, അവരുടെ ഖബറുകൾ, അവരുടെ ബർസഹിയായ ജീവിതം സന്തോഷത്തിലേക്ക് എത്തുമാറാകട്ടെ. നമ്മുടെ സ്വപ്നങ്ങളാകുന്ന നമ്മുടെ സന്താനങ്ങളെ സൽസരണിയിലും അല്ലാഹു നല്ല വഴികളിലേക്കും എത്തിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചനാഥാ നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ. اللهم ارض عن أمير المؤمنين أبو بكر الصديق وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.